സർവസന്താപഹാരിയായ ശ്രീഹരിയെ ശരണം പ്രാപിച്ചു ദേവന്മാർ അദ്ദേഹത്തോട് അവരുടെ സങ്കടം ഉണർത്തിക്കുകയാണ്. ദേവാ ഊചുഹു, ദേവന്മാർ പറഞ്ഞു, ഭഗവാനെ, ഇതുപോലെ സകല ചരാചരങ്ങളെയും ഒരേ സമയത്തു ബാധിക്കുന്നതായ ഒരു പ്രാണനിരോധം ഇതുവരെ ഉണ്ടായിട്ടുള്ളതായി ഞങ്ങൾക്കറിവില്ല. ഈ കഠിന ദുഃഖത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചാലും ശരണാഗത വത്സലനായ അങ്ങയെ ഞങ്ങളിതാ ശരണം പ്രാപിക്കുന്നു. അപ്പോൾ അവർ ഭഗവാനോട് പറയും, ഇതുപോലൊരു ഒരു 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 കാര്യം ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അത്യുഗ്രമായ തപശ്ചര്യയിലാണ് ധ്രുവൻ മുഴുകിയിട്ടുള്ളത്. അത് സർവചരാചരങ്ങളെയും ബാധിച്ചു. പക്ഷെ സർവചരാചരങ്ങളും ആ ഏകത്വത്തിലേക്ക് പോകുവാൻ പ്രാപ്തരല്ലാതിരുന്നതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി. അല്ലെങ്കിൽ ഇത് നല്ല കാര്യമല്ലേ? നാനാത്വത്തിൽ നിന്ന് ഏകത്വത്തിലേക്കുള്ള പ്രയാണം രോഗത്തിൽ നിന്ന് അരോഗത്തിലേക്കുള്ള പ്രയാണമാണ്. അപ്പോൾ അത് നല്ല കാര്യമായിട്ടാണ് എടുക്കേണ്ടത്. പക്ഷെ ഓരോരുത്തരുടെയും യോഗ്യതയനുസരിച്ച്, പ്രാപ്തി അനുസരിച്ചിട്ടാണ് അത് നല്ലതോ മോശമോ ആകുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും പരമമായ പദം ഒരേ സമയത്ത് ലഭിക്കുകയാണെങ്കിൽ അത് സ്വീകാര്യമായി കൊള്ളണമെന്നില്ല. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പം സകല ചരാചരങ്ങളെയും ഒരേ സമയത്ത് ബാധിക്കുന്നതായ പ്രാണനിരോധം, ആ പ്രാണനിരോധം കാരണം എല്ലാ ചരാചരങ്ങളുടെയും മനസ്സ് നിശ്ചലമാവും. ആ നിശ്ചലമായ മനസ്സിൽ പരമമായത് സുതാര്യമായി പ്രതിബിംബിക്കും. പക്ഷേ അത് ശരിയാവില്ല. ഓരോരുത്തരും അവരുടെ ഗതിവിഗതികൾ അനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ടാകും. അതുമാത്രമല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്, ഇവിടെ വ്യാസഭഗവാൻ നമ്മളോട് പറയുന്നത്, ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് താൻ എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കുന്നതിലൂടെ സകല ചരാചരങ്ങളെയും സ്വാധീനിക്കുവാനുള്ള ശക്തിയുണ്ട് എന്നും കൂടിയാണ് വ്യാസഭഗവാൻ ദേവന്മാരുടെ ഈ സങ്കടമുണർത്തിക്കലിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഈ ലോകത്തെ മുഴുവൻ നന്നാക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരാൾ നന്നായാൽ മതി, അത് ലോകത്തെ മുഴുവനും ബാധിച്ചുകൊള്ളും. ഒരാളുടെ പ്രവൃത്തി ചുറ്റുപാടുകളെ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും വേറിട്ട് നിൽക്കുന്നവരല്ല, മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരല്ല. നമ്മളുടെ എല്ലാ പ്രവൃത്തികളും നമ്മുടെ ചുറ്റുപാടുകളിൽ ഉള്ളവരെയും ഉള്ളതിനെയും സ്വാധീനിക്കും. ഇതറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരറിവാണ്. സകല ചരാചരങ്ങളെയും ഒരേ സമയത്ത് ബാധിക്കുന്നതായ ഒരു പ്രാണനിരോധം ഇതുവരെ ഉണ്ടായിട്ടുള്ളതായി ഞങ്ങൾക്കറിവില്ല. അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വകാര്യമായ രീതിയിൽ സാധനകൾ അനുഷ്ഠിക്കുമ്പോൾ അത് ലോകത്തെ ചെറുതായിട്ടാണെങ്കിലും ധ്രുവൻ സ്വാധീനിച്ചതുപോലെ ഒരു പക്ഷെ ഒരേ സമയത്ത് ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുകയില്ലായിരിക്കാം. പക്ഷെ നമ്മളുടെ സാധന, ആധ്യാത്മികമായ മുന്നേറ്റം, അത് നമ്മളുടെ ചുറ്റുപാടുകളെ സ്വാധീനിക്കും. അതുകൊണ്ട് ഞാനും നിങ്ങളും വ്യക്തിഗതമായി സ്വകാര്യമായി ചെയ്യുന്ന സാധന ഒരു സാമൂഹിക സേവനവും കൂടി ആണ്. നമ്മൾ സമൂഹത്തെ സേവിക്കുക കൂടിയാണ് ചെയ്യുന്നത്. സമൂഹത്തെ മുഴുവൻ അസ്വസ്ഥതയിൽ നിന്ന് സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ ചെറിയ രീതിയിൽ നാം പരിശ്രമിക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് സ്പിരിച്വൽ ആക്ട് ഒരു സോഷ്യൽ ആക്ട് തന്നെയാണ്. അതായത് സമൂഹത്തിൽ നിന്ന് വേറിട്ട് നമ്മൾ ചെയ്യുന്നതല്ല. നമ്മൾ ചെയ്യുന്നത്
സമൂഹ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. സമൂഹത്തിലേക്ക് ഇറങ്ങി തിരിച്ച് സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊള്ളണം എന്നില്ല. അങ്ങനെ പ്രവർത്തിക്കുന്നതിനേക്കാൾ നല്ലത് ഒഴിഞ്ഞു മാറി സാധന ചെയ്യുന്നത് തന്നെയാണ്. കാരണം ഇന്ന് ഈ സമൂഹത്തെ നന്നാക്കുവാൻ പരിശ്രമിക്കുന്നവരുടെ പരിശ്രമം കാരണമാണ് ഇവിടെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഈ പ്രശ്നമുണ്ടാക്കുന്ന എല്ലാവരോടും ചോദിച്ചു നോക്കിക്കോളൂ, എന്ത് ഇൻറ്റൻഷനോട് കൂടി ആണ് ഈ സമൂഹത്തിൽ ഇടപെടുന്നത് എന്ന്. അവർ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് സമൂഹത്തിൽ ഇടപെടുന്നത്. അതിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിൽ ഇടപെടുന്ന പലരുടെയും പലതരങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് വാസ്തവത്തിൽ സമൂഹത്തിൻ്റെ ഇന്നത്തെ അശാന്തിക്കു കാരണമായിട്ടുള്ളത്. അപ്പോൾ ഒരർത്ഥത്തിൽ വ്യക്തിഗതമായ സ്വകാര്യമായ ആധ്യാത്മിക സാധന തന്നെയാണ് ഏറ്റവും ഉത്തമമായ സമൂഹ സേവനം. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന കാര്യം നമ്മുടെ ചുറ്റുപാടുകളിലുള്ള എല്ലാവരെയും സ്വാധീനിക്കും. അതുകൊണ്ട് നമ്മൾ സോഷ്യലായിട്ടുള്ള നമ്മളുടെ കമ്മിറ്റ്മെൻറ്റ്സ് നിന്ന് വിട്ട് സ്വന്തമായിട്ടുള്ള കാര്യം, സ്വാർത്ഥപരമായ കാര്യം നോക്കുകയാണ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് നമ്മുടേതായ രീതിയിൽ സമൂഹ സേവനം തന്നെയാണ്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഭഗവാനെ, ഇതുപോലെ സകല ചരാചരങ്ങളെയും ഒരേ സമയത്ത് ബാധിക്കുന്നതായ ഒരു പ്രാണനിരോധം ഇതുവരെ ഉണ്ടായിട്ടുള്ളതായി ഞങ്ങൾക്കറിവില്ല. ഇതുപോലെയുള്ളതായിട്ട് അറിവില്ല, പക്ഷെ അല്ലാത്തതറിയാം എന്നും കൂടി സൂചിപ്പിക്കുകയാണ്. അപ്പം സമൂഹം നന്നാവാൻ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ സ്പിരിച്വലായിട്ടുള്ള പെർസ്യൂട്ട് സിൻസിയറായിട്ട് നിവർത്തിച്ചാൽ മതിയാവും. ഈ കഠിന ദുഃഖത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചാലും. ശരിക്കും പ്രാണനിരോധം സംഭവിക്കുമ്പോൾ മനോനിരോധമാണ് സംഭവിക്കുന്നത്. മനോനിരോധം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ചാഞ്ചാട്ടങ്ങളെ നിരോധിക്കുകയാണ്. മനസ്സിൻ്റെ ചാഞ്ചാട്ടങ്ങൾ എന്ന് പറയുന്നതാണ് ചിന്തകൾ. ചിന്താവിമുക്തമാവുകയാണ് സകല ചരാചരങ്ങളും. ചിന്താവിമുക്തരാകുന്ന സമയത്ത് മനസ്സ് നിശ്ചലമാകുമ്പോൾ പരമമായതിനെ അനുഭവിക്കാൻ സാധിക്കും. പക്ഷെ അത് ദുഃഖമാണ് എന്നാണ് പറഞ്ഞത്. ഈ കഠിന ദുഃഖത്തിൽ നിന്നും. അതെങ്ങനെയാ കഠിനമായ ദുഃഖമാകുന്നത്? സമയമാകുമ്പോഴാണ് ഓരോന്ന് സംഭവിക്കേണ്ടത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ച് മുക്തരായാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അങ്ങനെയല്ല ഈ പ്രപഞ്ചത്തെ ഒരുക്കിയിട്ടുള്ളത്. ഓരോന്നും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകണം. ഈ കഠിന ദുഃഖത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചാലും ശരണാഗത വത്സലനായ അങ്ങയെ ഞങ്ങളിതാ ശരണം പ്രാപിക്കുന്നു. നാനാത്വത്തിൽ നിന്ന് ഏകത്വത്തിലേക്ക് പോകാൻ വെമ്പിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ നാനാത്വത്തിൽ തന്നെ നിലനിർത്തിയാലും, കാരണം ഈ നാനാത്വത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രസക്തി ഉണ്ട്. അതാണ് ആ പ്രസക്തിയെ കാത്തു സംരക്ഷിക്കുന്നവരാണ് ലോകപാലന്മാർ. അതുകൊണ്ടാണ് അവർ ഭഗവാനോട് ഈ അഭ്യർത്ഥന ചെയ്തത്. അപ്പോൾ ഭഗവാൻ എന്തു പറഞ്ഞു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഭഗവാൻ അരുളി ചെയ്തു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ എന്താ പറഞ്ഞത്? ഭഗവാൻ വാച, ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതിരിക്കൂ. എല്ലാവരും താന്താങ്ങളുടെ സ്ഥാനങ്ങളിലേക്ക് പോയാലും ഉത്താനപാദ മഹാരാജാവിൻ്റെ പുത്രനായ ധ്രുവകുമാരൻ സർവാത്മാവും പരബ്രഹ്മസ്വരൂപിയുമായ എന്നിൽ താതാത്മ്യം പ്രാപിച്ച ചിത്തത്തോടുകൂടി തപസ്സു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അക്കാരണത്താലാണ് നിങ്ങൾക്കെല്ലാം പ്രാണനിരോധം സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ അനുഗ്രഹം സിദ്ധിക്കുന്നതിന് വേണ്ടിയാണ് അവൻ തപസ്സനുഷ്ഠിക്കുന്നത്. ആ ബാലനെ ഞാൻ തപസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പോവുകയാണ്. അതോടെ നിങ്ങളുടെ പ്രാണചലനത്തിനുള്ള തടസ്സവും ഇല്ലാതായിക്കൊള്ളും. ഇപ്പം ഭഗവാൻ അവരെ ആശ്വസിപ്പിക്കുകയാണ്. അവരോട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടാതിരിക്കൂ. ഏത് തരത്തിലുള്ള ഭയപ്പാടോടുകൂടിയാണെങ്കിലും
ഭഗവാനെ ശരണം പ്രാപിക്കാൻ സാധിക്കുകയാണ് എങ്കിൽ ഭഗവാൻ അഭയപ്രദനായി തീരും. അപ്പൊ ഭഗവാൻ ഇവിടെ ആദ്യം പറഞ്ഞത് ഈ കഠിന ദുഃഖത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം എന്നാണ് അവരപേക്ഷിച്ചത്. അപ്പൊ അവരോട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടാതിരിക്കൂ. ഈശ്വരന്റെ പാദപത്മങ്ങളെ ശരണം പ്രാപിക്കുന്നവർക്ക് ആദ്യമില്ലാതെയാവുക ഭയമാണ്. ഈ ഭയം ഉണ്ടാക്കുന്നത് എന്താ? ഭയം ഉണ്ടാക്കുന്നത് ചിന്തകളാണ്. അപ്പൊ ഭഗവാന്റെ പാദപത്മങ്ങളെ ആശ്രയിക്കുന്നവർക്ക് ചിന്തകളുടെ ബാഹുല്യം കുറയും. അതാണ് നിങ്ങൾ ഭയപ്പെടാതിരിക്കൂ എന്ന് പറഞ്ഞത്. ഭയത്തെ ജനിപ്പിക്കുന്നത് ചിന്തകളാണ്. ചിന്തകളില്ലെങ്കിൽ ഭയമില്ല. ഇപ്പൊ ഒരു പാമ്പ് പെട്ടെന്ന് നമ്മളുടെ നേരെ ചീറി വരികയാണെന്ന് വിചാരിക്കുക. ആ മൊമെന്റിൽ നമുക്ക് ഭയമൊന്നുമില്ല. ഈ ഭയമുണ്ടാകുന്നത് ചിന്തകൾ വരുമ്പോഴാണ്. അതൊരു പാമ്പാണ്, അത് പാമ്പാണെന്ന് ചിന്ത വരുമ്പോൾ തന്നെ അടുത്ത ചിന്ത വന്നു, അത് വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ. അങ്ങനെ ചിന്തകളാണ് നമ്മളെ സംഭ്രമചിത്തരാക്കുന്നത്. അപ്പൊ ഭഗവാന്റെ പാദപത്മങ്ങളെ സ്വന്തം കഴിവിൻ്റെ പരിമിതി മനസ്സിലാക്കി ശരണാഗതി പ്രാപിക്കാൻ സാധിക്കുകയാണെങ്കിൽ, ലോകപാലന്മാരുടെ ഉത്തരവാദിത്വം ലോകത്തെ പാലിക്കുക എന്നുള്ളതാണ്. അവർക്ക് ഭഗവാൻ കൊടുത്ത ഉത്തരവാദിത്വമാണത്. പക്ഷേ ധ്രുവന്റെ തപശ്ചര്യ കാരണം അവർക്ക് അവരുടെ കർത്തവ്യ നിർവഹണത്തിന് സാധ്യമല്ലാതായി വന്നു. അവരുടെ കഴിവിൻ്റെ പരിമിതി അവർക്ക് കഴിവ് പ്രയോഗിക്കുന്നതിലൂടെ വ്യക്തമായി. അവരുടെ കഴിവ് അവർ പരമാവധി പ്രയോഗിക്കുന്നതിലൂടെ അവരുടെ കഴിവിൻ്റെ പരിധിയും പരിമിതിയും അവർക്ക് മനസ്സിലായി. ആ മനസ്സിലാക്കലിൽ പരമമായതിൻ്റെ പാദപത്മങ്ങളിൽ അവർ ശരണം പ്രാപിച്ചു. ശരണം പ്രാപിച്ച ഉടനെ അവർ ഭയവിമുക്തരായി. ചിന്തകളുടെ പിടിയിൽ നിന്നും അവർക്ക് വിടുതൽ കിട്ടി. നിങ്ങൾ ഭയപ്പെടാതിരിക്കൂ. എല്ലാവരും താന്താങ്ങളുടെ സ്ഥാനങ്ങളിലേക്ക് പോയാലും, നിങ്ങൾ തിരിച്ച് നിങ്ങളുടേതായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് പോയാലും, നിങ്ങൾക്ക് തന്നിട്ടുള്ള കർത്തവ്യ നിർവഹണത്തിന് തൽപരരായിക്കൊണ്ട് നിങ്ങൾ പോയാലും, ഉത്താനപാദ മഹാരാജാവിൻ്റെ പുത്രനായ ധ്രുവകുമാരൻ സർവാത്മാവും പരബ്രഹ്മസ്വരൂപിയുമായ എന്നിൽ താതാത്മ്യം പ്രാപിച്ച ചിത്തത്തോടുകൂടി തപസ്സു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധ്രുവൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധ്രുവന്റെ തപസ്സിൻ്റെ രീതി എന്താണ്? സർവാത്മാവും, എല്ലാത്തിലും ആത്മസ്വരൂപമായി വിളങ്ങുന്നവനും എന്നാൽ പരബ്രഹ്മസ്വരൂപിയുമായ, എല്ലാത്തിനും അപ്പുറമുള്ളവനുമായ എന്നിൽ താതാത്മ്യം പ്രാപിച്ച ചിത്തത്തോടുകൂടി. അപ്പൊ അദ്ദേഹത്തിൻ്റെ ചിത്തം എന്ന് പറയണത്, ധ്രുവന്റെ ചിത്തം എന്ന് പറയണത് ധ്രുവനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അദ്ദേഹം ആ വൈയക്തികമായ പരിമിതിയെ അദ്ദേഹത്തിൻ്റെ തപശ്ചര്യ കൊണ്ട് ദൂരീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ചിത്തം എന്ന് പറയുന്നത് സകല ചരാചരങ്ങളുടെയും ചിത്തമായി തീർന്നു. ആ സകല അതുകൊണ്ടാണ് സർവ ആത്മാവും, എല്ലാത്തിലും സ്ഥിതി ചെയ്യുന്ന ആത്മസ്വരൂപനായ, എന്നാൽ അതിനെല്ലാം ഉപരിയായി നിൽക്കുന്ന പരബ്രഹ്മസ്വരൂപനായ എന്നിൽ താതാത്മ്യം പ്രാപിച്ച ചിത്തത്തോടു കൂടി തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താതാത്മ്യം പ്രാപിച്ചു അദ്ദേഹം. പരമമായതുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു. ആ താതാത്മ്യം പ്രാപിച്ചത് വൈയക്തികമായിട്ടുള്ള തലത്തിൽ നിന്നല്ല, വിശേഷമായ തലത്തിൽ നിന്നല്ല, സാമാന്യമായ തലത്തിൽ ആണ്. അക്കാരണത്താലാണ് നിങ്ങൾക്കെല്ലാം പ്രാണനിരോധം സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇട്ടാവട്ട പരിമിതിയെ പൊട്ടിച്ച് സർവതുമായിട്ട് താതാത്മ്യം പ്രാപിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ പ്രാണനിരോധം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായത്. മനഃപൂർവ്വം പ്രാണനെ നിരോധിക്കുന്നതല്ലത്. മനസ്സ് നിശ്ചലമാകുമ്പോൾ ശ്വാസോച്ഛ്വാസം അതിനനുസരിച്ച് നിശ്ചലമാവുകയാണ്. പ്രാണൻ എന്ന് പറഞ്ഞാൽ ചലനമാണ്. അപ്പോൾ മനസ്സ് നിശ്ചലമാകുമ്പോൾ പ്രാണന്റെ ചലനവും നിശ്ചലമായി കൊണ്ടേയിരിക്കും.
അപ്പം അതാണ് പ്രാണനിരോധം സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ അനുഗ്രഹം സിദ്ധിക്കുന്നതിന് വേണ്ടിയാണ് അവൻ തപസ്സനുഷ്ഠിക്കുന്നത്. ഈ കഠിനമായ തപസ്സനുഷ്ഠിക്കുന്നത് എൻ്റെ അനുഗ്രഹം സിദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ബാലനെ ഞാൻ തപസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തെ ഞാൻ ആ തപസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പോവുകയാണ്. ഭഗവാനാണ് പിന്തിരിപ്പിക്കാൻ പോകുന്നത്. പിന്തിരിപ്പിക്കാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞത്. ഞാനുമായിട്ട് താതാത്മ്യപ്പെടുത്തി പരമമായ പദത്തിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് എന്നല്ല പറഞ്ഞത്. തപസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പോവുകയാണ്. തപസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും ഭഗവാൻ, തപസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഭഗവാൻ. സകലത്തും സർവത്തും ഭഗവത് പ്രേരണയാലാണ് ഈ ലോകത്ത് നടക്കുന്നത്. ഞാൻ തപസ്സിൽ നിന്ന് ആ ബാലനെ പിന്തിരിപ്പിക്കാൻ പോവുകയാണ്. അതോടെ നിങ്ങളുടെ പ്രാണചലനത്തിനുള്ള തടസ്സവും ഇല്ലാതായിക്കൊള്ളും. സാമാന്യമായ തലത്തിൽ നിന്ന് ആ ബാലനെ വിശേഷമായ വൈയക്തികമായ തലത്തിലേക്ക് ഞാൻ കൊണ്ടുപോകാൻ പോവുകയാണ്. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാണചലനത്തിനുള്ള തടസ്സവും ഇല്ലാതാവും. അതുകൊണ്ട് ഭയപ്പെടേണ്ട. ഇവിടെ ഭാഗവത മഹാപുരാണത്തിലെ 4-ാമത്തെ സ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ 4th സ്കന്ധേ 8-മോധ്യായ.